السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ശ്രോതാക്കളെ, കഴിഞ്ഞ രണ്ട് പാഠത്തിൽ നാം ഒട്ടകത്തെപ്പറ്റി പറഞ്ഞു. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഈ ഒട്ടകത്തെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ലേ എന്ന്. അതിന്റെ സവിശേഷത, അതിന്റെ പ്രത്യേകതകള്, അതിന്റെ അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ നാം പറഞ്ഞു, വളരെ ചുരുക്കി പറഞ്ഞു. വീണ്ടും അള്ളാഹു തുടർന്ന് ചോദിക്കുന്നത് വഇലസ് സമാഇ കൈഫ റുഫിഅത്, ആകാശങ്ങളെക്കൊള്ളെ നോക്കുന്നില്ലേ, അതിനെ എങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന്. ഇതിനെപ്പറ്റി നാം പഠിക്കുകയാണെങ്കിൽ, ഗവേഷണം ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ആയുസ് മുഴുവനും ഗവേഷണം ചെയ്താലും, അതിന് എത്രയോ ഇരട്ടി വർഷങ്ങൾ കൂടുതൽ ഗവേഷണം ചെയ്താലും, 1000 വർഷങ്ങൾ ഗവേഷണം ചെയ്താലും നമുക്ക് തീരൂല. ചുരുക്കത്തിൽ അല്ലാഹു തആല ഇൽമിനെ, അറിവിനെയും ഗവേഷണത്തെയും അല്ലാഹു തആല ധാരാളം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അറിവിലൂടെ അല്ലാഹുവിലേക്ക് എത്തണം എന്ന് അല്ലാഹു പറയുന്നുണ്ട്. എന്താണ് ഈ ആകാശം എന്നുള്ളത്? ആകാശത്തെപ്പറ്റി നാം എത്ര പറഞ്ഞാലും തീരാത്ത ഒന്നാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ദാരിയാത്തിൽ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വസ്സമാഇ ദാത്തിൽ ഹുബുക്, ഹുബുക്കുടയ ആകാശമെന്ന്. ഇതിനെപ്പറ്റി മുഫസ്സിരിങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അനവധി മുഫസ്സിരിങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. എങ്കിലും വഴികളുടെ ആകാശം എന്നും അർത്ഥം കാണുന്നുണ്ട്. എന്താണ് ഈ വഴി? അതായത് മജറകളുടെ, നക്ഷത്രങ്ങളുടെ അതിന്റെ തോത്, കണക്കില്ലാത്ത മജറകൾ, അതായത് ഗാലക്സികള് ഉപരിതലത്തിലെ ആകാശത്തിലുണ്ട്. അതേപോലെ തന്നെ നക്ഷത്രങ്ങള് കണക്കില്ലാത്തതുമുണ്ട്. അതെല്ലാം ഇന്ന് ഈ ദൂരദർശിനി വെച്ച് നോക്കുമ്പോഴേക്ക് കാണുന്നത് ഒരു വഴികളെ പോലെയാണ് കാണുന്നത്. ചുരുക്കത്തിൽ അനന്തമായ ഗാലക്സികള് ഈ നമ്മുടെ ഈ ആകാശത്തില് ഉണ്ട്. അത് എത്രയെന്ന് നമുക്കൊരിക്കലും കണക്ക് കൂട്ടാൻ കഴിയില്ല. കാരണം നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് നാം കാണുന്ന ഈ ആകാശം, ലോവർ ഹേവൻ, നമുക്ക് അടുത്തുള്ള ഈ ആകാശത്തിന്റെ ഇടയ്ക്ക് 228,000 ട്രില്യൺ കിലോമീറ്റർ ഉണ്ട് എന്നാ പറയുന്നത്. 228,000 ട്രില്യൺ, ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടി, അത്ര കിലോമീറ്റർ ഉണ്ട് നാം ഈ കാണുന്ന ആകാശത്തിന്റെ ദൂരം എന്ന് ശാസ്ത്രജ്ഞന്മാരുടെ കണക്ക് കൂട്ടൽ. പിന്നെ അള്ളാഹുവിനറിയാം. അപ്പൊ ചുരുക്കത്തില് ഈ കണക്കില്ലാത്ത ഗാലക്സികള് നമ്മുടെ ഈ ഉപരിതലത്തില് ഉണ്ട്. ആകാശം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്നും അർത്ഥമുണ്ട്. അതായത് നമ്മുടെ ഈ ഗാലക്സി തന്നെ നാം അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചാല്, മിൽക്കി വേ എന്ന് പറയുന്ന നമ്മുടെ ഈ ഭൂമിയുള്ള ഗാലക്സി, നമ്മുടെ ഈ ഭൂമി സോളാർ സിസ്റ്റമില് അനവധി കണക്കില്ലാത്ത സൂര്യൻ അടക്കമുള്ള നക്ഷത്രങ്ങൾ, അതായത് ചിഹ്ന നക്ഷത്രങ്ങളും വോൾ നക്ഷത്രങ്ങളും ഇങ്ങനെ തുടങ്ങി ഗോളങ്ങളും അനന്തമായ കാര്യങ്ങള്, അനന്തമായ സാധനങ്ങള് നമ്മുടെ ഈ സോളാർ സിസ്റ്റമിലുണ്ട്. ഈ സോളാർ സിസ്റ്റമിൽ തന്നെ കണക്കില്ലാത്ത ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ട്. ഇനി അതിനെപ്പറ്റി ചുരുക്കി ഞാൻ പറയും. നമ്മുടെ ഈ ഗാലക്സിയുടെ വലിപ്പം എത്രയെന്ന് വളരെ ചുരുക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത്
സൂര്യൻ പെർ സെക്കൻഡിന് 200 കിലോമീറ്റർ ഓടുന്നത്. ഒരു മണിക്കൂറിൽ 7,20,000 കിലോമീറ്റർ ആണ് ഓടുന്നത്. അങ്ങനെ ഒരു ദിവസത്തിനും ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ, മാസത്തിനും കൊല്ലത്തിനും കണക്ക് കൂട്ടിയാൽ അത് നമുക്ക് അതിന്റെ കണക്ക് കൂട്ടാൻ കഴിയില്ല. ചുരുക്കത്തിൽ ഇത്രയും സ്പീഡിൽ ഓടി ഈ ഗാലക്സിന്റെ അകത്ത് തന്നെ സൂര്യൻ ഒരു ചുറ്റ് പൂർത്തിയാക്കണമെങ്കിൽ, ഒരു കറക്കം പൂർത്തിയാക്കണമെങ്കിൽ 22,50,00,000 വർഷം വേണ്ടിവരും എന്നാണ് പറയുന്നത്. ചിന്തിക്കാൻ ധാരാളമുണ്ട്. ഇങ്ങനെ ഈ സൂര്യനും അതിന്റെ വലിപ്പമുള്ള, അതിലും വലിപ്പമുള്ള 300 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രത്തെ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കണക്കില്ലാത്ത ഇതിന്റെ ഈ ഗാലക്സിയുടെ അകത്ത് തന്നെ ഏകദേശം 400 ബില്യൺ, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി നക്ഷത്രങ്ങൾ ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ കണക്ക് കൂട്ടൽ. അള്ളാഹുവിനെ മാത്രം സത്യം അറിയാം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഗാലക്സികൾ ഉള്ള, നക്ഷത്രങ്ങളുള്ള, ഗോളങ്ങളുള്ള ഒരു ആകാശമാണ്. ഇതിനെപ്പറ്റിയാണ് അള്ളാഹു താല, ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ, പാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹു താല സൂറത്തുൽ ജാസിയയിൽ പറഞ്ഞു, വഫീ ഖൽഖികും ഇന്ന ഫിസ് സമാവാതി വൽ അർളി ലആയാതിൽ ലിൽ മുഅ്മിനീൻ, ആകാശങ്ങളിലും ഭൂമിയിലും വിശ്വാസികൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വഫീ ഖൽഖികും വമാ യബ്സു മിൻ ദാബ്ബ ആയാതുൽ ലിഖൗമി യൂഖിനൂൻ, നിങ്ങളുടെ സൃഷ്ടിപ്പിലും എല്ലാ ലോകത്തിലുള്ള ജന്തുജാലങ്ങളിലും ദൃഢമായി വിശ്വസിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിർ റിസ്ഖിൻ വഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ വതസ്രീഫിർ റിയാഹി ആയാതുൽ ലിഖൗമി യഅഖിലൂൻ, രാവും പകലും മാറി മാറി വരുന്നതിലും അങ്ങനെ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു താല പറയുന്നു. ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് എന്നാണ് അള്ളാഹു താല പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, തിൽക ആയാത്തുല്ലാഹി നത്ലൂഹാ അലൈക ബിൽ ഹഖ്, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്, ഈ പറയുന്നതൊക്കെ ഹക്കാണ് എന്നാണ് അള്ളാഹു താല പറയുന്നത്. ചുരുക്കത്തില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. അതിനെപ്പറ്റി നാം ചിന്തിക്കണം. ചിന്തിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹുവിലേക്ക് നാം എത്തും. ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. ഈ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പറ്റി ഖുർആനിൽ അധിക സ്ഥലങ്ങളിലും അള്ളാഹു പറയുന്നു, ചിന്തിക്കണം, പഠിക്കണം, ഗവേഷണം ചെയ്യണം, എന്നിട്ട് ഒരുപാട് വിജ്ഞാനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. എവിടെയും അള്ളാഹു താല വിജ്ഞാനത്തിന് ഭയങ്കരം സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നാം ധാരാളം പഠിക്കാനുണ്ട്. ആകാശത്തെപ്പറ്റി ഇൻഷാ അള്ളാഹു താല നാളെ നമുക്ക് ധാരാളം പറയാനുണ്ട്. അള്ളാഹു താല നമുക്ക് ധാരാളം പറയുവാനും അതേപോലെ തന്നെ നന്നായി പഠിക്കുവാനും തൗഫീക്ക് നൽകട്ടെ. എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കട്ടെ. അള്ളാഹു താല ഈ ഭൂമിയുടെ എല്ലായിടങ്ങളിലും അള്ളാഹു ശാന്തിയാൽ നിറക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും സമാധാനം തരട്ടെ. എല്ലാവരുടെ എല്ലാ വിഷമങ്ങളെയും അള്ളാഹു ഇല്ലാണ്ടാക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.